ചില ആരോപണങ്ങളൊക്കെ ചില ആരോപണങ്ങളൊക്കെ എനിക്കറിഞ്ഞു. 6 കൊല്ലം മുമ്പ് ഇത് ആരോപണം ആദ്യമായിട്ട് ഏതോ ഒരു ഫേസ്ബുക്കിനകത്ത് അവർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ പോയി പൊക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ പോലെ 20 കൊല്ലം മുമ്പ് നടന്നത് എനിക്ക് അറിഞ്ഞുകൂടെന്നാണ് പറഞ്ഞത്, ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 കൊല്ലം കഴിഞ്ഞ് പിന്നെ ആ കേസ് എന്തായി? ഇപ്പൊ വീണ്ടും 6 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ട് ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞാൻ രാവിലെ ഇതിന് നിങ്ങളെക്കാട്ടി ഒരു 10-20 പേരെ ചോദിക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞു. ലക്ഷ്യം വെച്ചുകൊണ്ടാണോ? ആയിരിക്കും. അന്ന് 6 കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരെ അടി നടന്നു പ്രതിപക്ഷത്തിൽ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇയാൾ ഇപ്പോൾ രാജിവെച്ചു, പോയി പിടിക്കപ്പെട്ടു, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് 3 നേതാക്കന്മാരും ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട എല്ലാം കഴിഞ്ഞില്ലേ? ഈ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. പിന്നെ അല്ലാതെ CPM-ന്റെ MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന് 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം, ഒരു പ്രാവശ്യം പോലും ഞാൻ എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ്. പിന്നെ ഇതിപ്പോ എടുക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കി അവിടെ ചെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തായാലും ഇതൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ മുമ്പിൽ ഇപ്പോൾ അതല്ല, അതൊക്കെ സാമൂഹ്യ അന്നെന്താ അവര് പറഞ്ഞത്? ഇതേ കണക്കുള്ള ഞാൻ എന്റെ ഒരു ഫേസ്ബുക്കിനകത്ത് എന്റെ ഒരു ഓർമ്മ എഴുതി. അതല്ലാതെ ഇതിനകത്ത് പൊളിറ്റിസൈസ് ചെയ്യാനോ മറ്റൊന്നൊന്നും എനിക്ക് ഉദ്ദേശമില്ലെന്ന് പറഞ്ഞിട്ട് ഇവര് പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചു എന്നൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത്. എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാനില്ല. പോലല്ലോ ഇത് 24 കൊല്ലം 26 കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരുന്ന പറഞ്ഞാൽ ബാലിശമായി വളരെ ഒരു ഇടതുപക്ഷ ഒരു അംഗത്തെ പിന്നെ അല്ലാതെ CPM-ന്റെ MLA അല്ലായിരുന്നെങ്കിൽ ഇവരെങ്ങാനും തിരിഞ്ഞു നോക്കൂ. ഈ സിദ്ദിഖിനെതിരെ 2021 ഈ രേവതി സമ്പത്ത് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർച്ചയായിട്ട് ഇന്നലെ ഉന്നയിച്ചു. അതിലാണ് അദ്ദേഹം ഇപ്പോ അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാവിലെ എല്ലാം പറഞ്ഞു. അതേപോലെ തന്നെ വീണ്ടും ആരോപണം ഉന്നയിച്ച് അകത്താക്കാം. ടാർഗറ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു. ഇത് ടാർഗറ്റ് തന്നെ. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ടാർഗറ്റാ. CPM-ന്റെ അന്ന് 26 കൊല്ലം മുമ്പ് നടന്നതല്ലേ? എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ. പ്രതിപക്ഷമാണ് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഭരണകക്ഷി ആയിരിക്കത്തില്ല.